ഇത് നമ്മുടെ ഇവിടെ നട്ടിരുന്ന ഒരു മുളകിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വളർന്നു വന്നിട്ട് അതിൻ്റെ മൂട് ഭാഗം വെച്ചിട്ടൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പൂക്കാറൊക്കെ ആയിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്താൽ വീണ്ടും അത് കിളിർത്ത് വരാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ നമുക്കതൊരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയാണ്. കാരണം അത്രയും വളർത്തിയെടുത്തിട്ട് അത് പിന്നെ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ നിവർത്തി ഒന്ന് വെച്ചിട്ട് കുറേശ്ശെ മണ്ണിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇപ്പോൾ അത് ഇങ്ങനെ ഒരാട്ടം പോലെ ഉണ്ട്, നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആടുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി മണ്ണ് ആ ഒരു ഭാഗത്തു നിന്ന് എവിടെയാണോ ഒടിഞ്ഞത് അവിടം തൊട്ട് തന്നെ അത് വേര് കിളിർത്ത് വരും. നമ്മൾ ആ രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക. എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേശ്ശെ മണ്ണേ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തക്കാളിയുടെ വിത്തിട്ടിരുന്നു. അപ്പോൾ അത് കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പിരിച്ച് നടാനുള്ളതാണ്. കുറച്ചുകൂടി വലുതായിട്ടേ പിരിച്ച് നടാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ മുളക് ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്, പൂത്തിട്ടുണ്ട് കേട്ടോ. പൂത്ത് മുളകൊക്കെ പിടിക്കാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെ തൊട്ട് വേര് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം മണ്ണിട്ട് കൊടുത്ത ആ ഭാഗം തൊട്ട് വേരായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ നമ്മൾ നടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കമ്പ് ചിലത് നട്ടിട്ട് നമുക്ക് കമ്പൊക്കെ ചേർത്ത് വെച്ച് വേണമെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടാവുന്നതാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം. പിന്നെ അതല്ല ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും അത് വളർത്തി ഒരു മുളകൊക്കെ പിടിക്കുന്ന ഒരു സമയം, ഇപ്പം മുളകല്ല എന്ത് കൃഷിയായാലും ശരി തന്നെ, ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് അത് പിന്നെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ, പകുതി വെച്ച് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒടിച്ച് കളയാതെ ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്കിപ്പം നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ മുളക് ചെടി നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഇപ്പോൾ പൂത്തു കായ്ച്ചുമൊക്കെ റെഡിയായിട്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ. അപ്പം നിറച്ച് മുളകുകളൊക്കെ പിടിക്കും. ഇപ്പം നമ്മൾ നടുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം കൂടിയല്ലേ. കാരണം എന്ത് നട്ടാലും അതൊന്ന് കായ്ക്കുന്നതും പൂക്കുന്നതൊക്കെ കാണാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കാറില്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗം നമുക്കത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്നവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്.